ഹായ് ഹലോ എല്ലാവർക്കും ഡി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. സ്റ്റിച്ചിങ് ഒട്ടും അറിഞ്ഞുകൂടാത്തവർക്കും എങ്ങനെ സ്കാലപ്പ് വർക്ക് നമുക്ക് ഷോളിലും സ്ലീവിലൊക്കെ ചെയ്തെടുക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് സ്കാലപ്പ് അടയാളപ്പെടുത്താനായിട്ട് ഒരു അടപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മധ്യഭാഗത്ത് ഇങ്ങനെ അടയാളപ്പെടുത്തിയ ശേഷം അങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ വലിപ്പം അനുസരിച്ച് സ്കാലപ്പിൻ്റെ വലിപ്പം അനുസരിച്ച് കോയിനോ അല്ലെങ്കിൽ പാറ്റേൺ പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഇതിലേക്ക് ട്രേസ് ചെയ്തെടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ അടപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കാൽപ്പിനായിട്ട് ഈ കാണുന്ന രീതിയിലാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. അടുത്തിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഫാബ്രിക് ഗ്ലൂ എടുത്ത് ഈ കാണുന്നത് പോലെ തന്നെ നമ്മൾ വരച്ചിരിക്കുന്ന അതേ ലെവലിന് നമ്മൾ ഗമ്മ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇത് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഇവിടെ സ്റ്റോൺ ചെയിനാണ് ഉപയോഗിക്കുന്നത്. സ്റ്റോൺ ചെയിൻ അല്ല എങ്കിൽ നമ്മുടെ സാധാ ബീഡ്സ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗം ഒട്ടിച്ചിട്ട് അത് ഇളകിപ്പോകുമെന്ന് ചെറിയ ഒരു പേടിയുണ്ടെങ്കിലെന്നല്ല, നമ്മൾ കുറച്ച് തവണ നനയ്ക്കുമ്പോഴത്തേക്ക് അത് ഇളകാൻ സാധ്യതയുണ്ട്. എങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ ആയിട്ട് ഓരോ സ്റ്റിച്ച് നമ്മുടെ നോർമൽ നീഡിലിൽ കൊടുത്താലും മതി, അത് നന്നായിട്ട് തന്നെ ഇരുന്നുകൊള്ളും. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റോൺ ചെയിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, വെറുതെ ജസ്റ്റ് ഒന്ന് അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ആദ്യമേ അതിൻ്റെ കറക്റ്റ് ലെവൽ, പക്ഷെ ഞാൻ കട്ട് ചെയ്ത് വെച്ചതിൽ നിന്നും കുറച്ചുകൂടെ നീളം കൂടുതലായിരുന്നു സ്റ്റോൺ ചെയിനിന്. അതായത് ഞാൻ വരച്ചിരുന്ന അളവിനേക്കാളും കുറച്ച് നീളം കൂടുതലായിരുന്നു. അത് ശകലം ഗമ്മ് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഒട്ടിച്ചതിന് ശേഷം നോക്കാം. ഇത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കാലപ്പ് വർക്കാണ്. ചെയിൻ സ്റ്റിച്ച് അറിയണമെന്നില്ല, അങ്ങനെ ഒന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗമ്മും ഇതുപോലെ സ്റ്റോൺ ചെയിനോ ബീഡ്സോ എന്തെങ്കിലും ഉണ്ടായിരുന്നാൽ മതി. നമുക്ക് അടിപൊളിയായിട്ട് ഷോളോ സ്ലീവോ എന്ത് വേണമെങ്കിലും നമുക്കിതുപോലെ സ്കാലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഏറ്റവും വേണ്ടത് ഗമ്മും ഇതുപോലെ സ്റ്റോൺ ചെയിനോ എന്തെങ്കിലും ആണ്. അപ്പോൾ സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്ത ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ച് ട്രൈ ആയതിനു ശേഷം നമുക്ക് കാണാം. ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് സോൾഡറിങ് അയൺ വെച്ചിട്ടാണ്. സോൾഡറിങ് അയൺ വെച്ച് ഈ കാണുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, അത് അങ്ങ് ഇതുപോലെ അങ്ങ് ആയിക്കോളും. നമ്മളിങ്ങനെ ഫ്രെയിമിൽ വെച്ച് കട്ട് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും എളുപ്പം എന്തെങ്കിലും അതായത് ഒരു തടിയുടെ പുറത്തോ എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പിന്നെ അത് ഈ സോൾഡറിങ് അയൺ വെച്ചിട്ടാണ്. അല്ലാതെ ഷാമ്പ്രാണി തിരി എന്തെങ്കിലും വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ അത് ഫ്രെയിമിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അപ്പോൾ സോൾഡറിങ് അയൺ ഇല്ലയെന്ന് വെച്ചിട്ട് ആരും വിഷമിക്കില്ല. നമ്മളെ കയ്യിലുള്ള ഷാമ്പ്രാണി തിരി വെച്ചായാലും നമുക്ക് ചെയ്യാവുന്നതാണ്. തുടക്കകാലത്തൊക്കെ ഞാൻ ഷാമ്പ്രാണി തിരിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ എന്തില്ല ഉള്ളതല്ല കാര്യം, നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മുന്നേറാമെന്നാണ് നോക്കേണ്ടത്. ഞാൻ ഫ്രെയിമിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒരു ബോർഡ് എടുത്ത് വെച്ച് അതിൻ്റെ പുറത്ത് വെച്ച് ജസ്റ്റ് ഒന്ന്, അതായത് നീറ്റാകാത്ത ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ ഉരുക്കി കളയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അതൊന്ന് ടച്ച് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കണ്ടോ, നമുക്ക് ഇത്ര നീറ്റായിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നീറ്റായിട്ട് സ്കാലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, സ്ലീവായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഷോളായിട്ടോ അല്ലെങ്കിൽ സാരിയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്കാലപ്പ് വർക്ക് സ്റ്റിച്ചിങ് അറിയാത്തവർക്കും ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.